പണ്ട് പണ്ട് ശാന്തമായി ഒഴുകുന്ന ഒരു പുഴയുടെ തീരത്ത് ഒരു പാവ അമ്മക്കോഴി താമസിച്ചിരുന്നു. ഉണങ്ങിയ കമ്പുകളും ഇലകളൊക്കെ ചേർത്ത് കോഴിയമ്മ പുഴയുടെ അരികിൽ ഒരു മനോഹരമായ കൂടുണ്ടാക്കി. ഓരോ ദിവസവും അവൾ സ്നേഹത്തോടെ ഓരോ മുട്ടകളിട്ടു. പകല് മുഴുവൻ തീറ്റ തേടി അലഞ്ഞാലും സന്ധ്യ ആവുമ്പോഴേക്കും തന്റെ മുട്ടയ്ക്കടയിരിക്കാൻ അവൾ കൂട്ടിലെത്തും. ഒരു ദിവസം അമ്മക്കോഴി തീറ്റ തേടി പോയ സമയത്ത് അതുവഴി ഒരു താറാവ് വന്നു. മുട്ടയിടാനൊരു ഇടം തിരയുകയായിരുന്നു താറാവ്. അമ്മക്കോഴിയുടെ കൂട് കണ്ടപ്പോൾ താറാവിന് സന്തോഷമായി. അവൾ അവിടെ ഒരു മുട്ടയിട്ടു. പാവ അമ്മക്കോഴിക്ക് എണ്ണാനറിയില്ലല്ലോ. കോഴിയമ്മ തിരിച്ചു വന്നപ്പോൾ തൻ്റെ മുട്ടകൾക്കൊപ്പം ഇരിക്കുന്ന ആ വലിയ മുട്ടയും സ്വന്തം കുഞ്ഞായി കരുതി. ആ മുട്ടകളെല്ലാം ചിറകിനടിയിൽ വെച്ച് അവൾ വിരിയിക്കാൻ തുടങ്ങി. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ മുട്ടകൾ ഓരോന്നായി വിരിയാൻ തുടങ്ങി. മഞ്ഞ നിറമുള്ള 5 മനോഹരമായ കോഴിക്കുഞ്ഞുങ്ങൾ പുറത്തു വന്നു. എന്നാൽ 6ാമത്തെ കുഞ്ഞിനെ കണ്ട് എല്ലാവരും അത്ഭുതപ്പെട്ടു. അവന്റെ ചുണ്ടുകൾ പരന്നതായിരുന്നു. കാൽവിരലുകൾ ചർമ്മം കൊണ്ടൊട്ടിയിരിക്കുന്നു. നടക്കുമ്പോഴും അവൻ മറ്റുള്ളവരെ പോലെയല്ല. ഇത് എന്തൊരു രൂപമാണ് എന്ന് പറഞ്ഞ് മറ്റു കുഞ്ഞുങ്ങൾ അവനെ കളിയാക്കും. നീ ഞങ്ങളെ പോലെയല്ല, നിനക്ക് ഭംഗിയില്ല എന്നവർ പരിഹസിച്ചു. പക്ഷെ അമ്മക്കോഴി അവരെ വിലക്കി. രൂപം എങ്ങനെയാകട്ടെ, പക്ഷെ ഇതും എൻ്റെ കുഞ്ഞാണ്. അമ്മക്കോഴി അവനെ ചേർത്ത് പിടിച്ചു. ഒരു വൈകുന്നേരം അമ്മക്കോഴിയും കുഞ്ഞുങ്ങളും പുഴയുടെ വക്കിലൂടെ നടക്കുകയായിരുന്നു. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. കൂട്ടത്തിലെ കുസൃതിയായ ഒരു കോഴിക്കുഞ്ഞ് പുഴയിലെ വെള്ളത്തിലേക്ക് വീണു. അയ്യോ, രക്ഷിക്കണേ രക്ഷിക്കണേ! ആ കുഞ്ഞ് വെള്ളത്തിൽ കിടന്ന് ചിറകടിച്ചു കരഞ്ഞു. അമ്മക്കോഴി പേടിച്ചു കരഞ്ഞു. പക്ഷെ അവൾക്ക് നീന്താൻ അറിയില്ലായിരുന്നു. മറ്റു കോഴിക്കുഞ്ഞുങ്ങളും എന്ത് ചെയ്യണമെന്നറിയാതെ പേടിച്ചു നിന്നു. അതുവരെ എല്ലാവരും കളിയാക്കിയ താറാവും കുഞ്ഞ് ഒട്ടും ആലോചിക്കാതെ പുഴയിലേക്ക് ചാടി. തൻ്റെ വ്യത്യസ്തമായ കാലുകൾ ഉപയോഗിച്ച് വെള്ളത്തിലൂടെ നീന്തി കോഴിക്കുഞ്ഞിൻ്റെ അടുത്തെത്തി. കോഴിക്കുഞ്ഞിനെ തൻ്റെ പുറത്ത് കയറ്റി കരയിലേക്ക് നീന്തി. കരയിലെത്തിയപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. തങ്ങൾ എപ്പോഴും കളിയാക്കിയ ആ താറാവ് കുഞ്ഞ് തന്നെയാണ് തങ്ങളുടെ സഹോദരനെ രക്ഷിച്ചതെന്ന് അവർ തിരിച്ചറിഞ്ഞു. അവൻ്റെ ആ വ്യത്യസ്തമായ ചുണ്ടുകളും കാലുകളും ആണ് വെള്ളത്തിൽ നീന്താൻ അവനെ സഹായിച്ചതെന്ന് അവർ മനസ്സിലാക്കി. അവനെ പിന്നെ ആരും കളിയാക്കിയില്ല. അവരുടെ എല്ലാ പ്രിയപ്പെട്ട ഒരു വീരനായി ആ താറാവ് മാറി. കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യണേ. നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.